പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 25-ാമത്തെ തിരുവെഴുത്ത്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് എലിസബത്തിനെയും സെക്കരിയാവിനെയും നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാം അധ്യായത്തിൽ രണ്ടുപേരെ കുറിച്ചും ദൈവം പറയുന്ന സാക്ഷ്യം, ദൈവസന്നിധിയിൽ അവർ നീതിയുള്ളവരായിരുന്നു. കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്നു. പക്ഷെ അവർക്കൊരു കുറവുണ്ട്. കുറവ് മറ്റൊന്നുമല്ല, അവർക്ക് തലമുറകളില്ല. അവരുടെ ജീവിതത്തിനകത്ത് ഒരു പ്രയാസമുണ്ട്, അവർക്ക് തലമുറകളില്ല. എലിസബത്ത് മച്ചിയാണ്. പലരും അവരെ നിന്ദിക്കുകയാണ്. ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സെക്കരിയാവേ, എന്തുകൊണ്ടാ നിനക്ക് ദൈവം ഒരു തലമുറയെ തരാത്തത്? ചാർച്ചക്കാരുണ്ട്, ബന്ധുക്കാരുണ്ട്, ചർച്ചിൽ കൂടി വരുന്ന ദൈവമക്കളുണ്ട്. എല്ലാവരും ഒരുപക്ഷെ അവനോട് ചോദിച്ചു കാണും, എന്തുകൊണ്ടാ നിനക്ക് ഒരു തലമുറയെ തരാത്തത്? ദൈവം ഒരു നിന്ന അവരുടെ മേലിരിക്കുക, ഒരു ഭാരം അവരുടെ മേലിരിക്കുക. എന്താ കർത്താവേ ഈ നിന്ന എന്റെ മേൽ? പക്ഷേ കാലങ്ങൾ കടന്നുപോയി. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ഒത്തിരി അവർ പ്രാർത്ഥിച്ചു കാണും. അതുകൊണ്ട് ആ ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി അവരോട് പറഞ്ഞേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നാഭാരത്താൽ അപമാനിക്കപ്പെടുന്നവരുടെ മധ്യത്തിനകത്ത് തല ഉയർത്തിപ്പിടിക്കുവാൻ പറ്റാതെ നീ ഭാരപ്പെടുകയാണെങ്കിൽ, ദൈവത്തിലെ നിന്നോടാ ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗബ്രിയേൽ സെക്കരിയാവിന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ അവിടെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞുവെങ്കിൽ, അതേ ദൂതന്റെ സാന്നിധ്യം ഇന്ന് ഈ മെസ്സേജിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക, നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. നീ അപമാനിക്കപ്പെടുന്ന വിഷയത്തിന്റെ മേൽ, നീ നിന്ന ചുമക്കുന്ന വിഷയത്തിന്റെ മേൽ ഇപ്പോൾ പരിഹാരമായി, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എലിസബത്ത് പറയുക, അവൻ എൻ്റെ നിന്നയെ നീക്കുന്ന കർത്താവാ. ഇന്ന് ഈ മെസ്സേജിലൂടെ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നിന്ന നീക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക. പലരും നിന്നോട് ചോദിച്ചില്ലേ, നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തായി? ദൈവ സന്നിധിയിൽ ചെന്നിട്ട് എന്തായി? ദൈവത്തെ വിളിച്ചിട്ട് എന്തായി? നിന്റെ ജീവിതം ഇങ്ങനെയല്ലേ എന്ന് കളിയാക്കുന്ന പലരോടും അപമാന ഭാരത്താൽ തലപൊക്കാതെ, എന്റെ ദൈവമേ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നിന്റെ അന്തരാത്മാവിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് നിന്നോട് പറയാ, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരം തരുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങുന്ന സമയമായത്. ഈ സമയത്ത് നിന്റെ ജീവിതത്തിനകത്ത് ദൂതന്റെ സാന്നിധ്യം ഇറങ്ങി പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നീ പറയാൻ തുടങ്ങുക, എന്റെ നിന്നയെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ആ നിന്നയെ നീക്കുന്ന കർത്താവ്, എലിസബത്ത് പറഞ്ഞതുപോലെ നിന്റെ നിന്നയെ മാറ്റുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവപൈതലേ, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് പ്രയാസമേറിയ മേഖലകളിൽ നിന്ദിക്കുന്നവരുടെ മധ്യേ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവമാ. ആ ദൈവത്തിന്റെ പേരാ യേശു കർത്താവ്. അവൻ നിന്ന നീക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ മെസ്സേജിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.